This vlog is all about a lot of emotions. ഞാൻ ഈ പറയുന്നത് ബൈക്ക് ഫനാറ്റിക്സിനും എന്തൂസിയാസ്റ്റിനും ഒക്കെ മനസ്സിലാവും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്തോരാണ്. ഹലോ, വെൽക്കം ടു ബഡായി ടോക്കീസ് ബൈ ആര്യ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതാ ഒരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തു. പക്ഷേ അതൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല, പക്ഷെ അത് അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിപ്പോയി. അപ്പം എല്ലാവരും ഈ കുട്ടി റീച്ച് കിട്ടാൻ വേണ്ടി കണ്ടന്റ് ചെയ്തതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട, റീച്ച് ഒന്നും ഇല്ല, അതൊരു ജനറൽ കണ്ടന്റ് എന്നാൽ പിന്നെ ചെയ്ത് കളയാം, എത്ര പേര് കാണും എന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പം ഇന്ന് എന്തെങ്കിലും ചെയ്യാനൊരു കാരണം വേണമല്ലോ. അപ്പം ഇന്നത്തെ റീസൺ, ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ഇതൊരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ബൈക്ക് റൈഡേഴ്സ്, ബൈക്ക് എന്തൂസിയാസിസ്റ്റ്, ബൈക്ക് ഫനാറ്റിക്സ്, സൂപ്പർ ബൈക്സിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു സൂപ്പർ ബൈക്ക് പ്രാന്തനുണ്ട്. മൈ ബ്രദർ, നോട്ട് ബൈ ബ്ലഡ് ബട്ട് ബൈ ഹാർട്ട്. എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. വരുണിന് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്, സ്പെഷ്യലി സൂപ്പർ ബൈക്ക്. അതെന്താ ബൈക്ക് തെറ്റി പോണേ, സൂപ്പർ ബൈക്ക്. അപ്പോൾ കുറേ ആളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഈ ബൈക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ലേ, ഒരു ഡ്രീം ബൈക്കൊക്കെ ഉണ്ടാവില്ലേ. ആ ഡ്രീം ബൈക്ക് ഇന്ന് ഫൈനലി നമ്മൾ ഇറക്കാൻ പോവാണ്. ബൈക്കിൻ്റെ പേര് ഒരു മിനിറ്റ് ഇപ്പം പറഞ്ഞുതരാം. ഇന്ത്യാസ് ഫസ്റ്റ് കാവസാക്കി 2024 ZX6R. ഓക്കെ, ഇതാണ് ബൈക്ക്. അപ്പോൾ ബൈക്കിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമയമായി, ഞാൻ ലേറ്റായി. അപ്പോൾ എന്തായാലും ഇന്നാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് ബൈക്ക് ഇറക്കുന്ന ദിവസം. ഇത് ഇന്ത്യയിലെ ഈ ബൈക്കിൻ്റെ ഫസ്റ്റ് പീസാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് കവാസാക്കിയുടെ ഈ ZX6R. പേരൊക്കെ പഠിച്ചു വരുമ്പോൾ സമയമാവും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ആ ബൈക്ക് ഇന്ത്യയുടെ ആദ്യത്തെ ബൈക്കാണ്. അത് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. വാവ്, സൂപ്പർ. അപ്പോൾ നമുക്ക് പോയി ബൈക്ക് ഇറക്കാം. സമയമില്ല, ബാപ്പുവാ, ലെറ്റ്സ് ഗോ. അപ്പം ഈ ബൈക്ക് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും അതിൻ്റെ പേരറിയാൻ പാടില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഈ ബൈക്ക് വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥ, വലിയ കഥയൊന്നും അല്ല കേട്ടോ. അതായത് നമുക്ക് ഈ റീൽസിലൊക്കെ ചിലപ്പോൾ സജഷൻസ് വരാറില്ലേ, എനിക്ക് കുറേ അങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഫോറിനിലുള്ള ആൾക്കാരുടെയും നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വൈഫ് ബോട്ട് ഹെർ ഹസ്ബൻഡ് ദ ഡ്രീം കാർ അല്ലെങ്കിൽ ഡ്രീം ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് അതുപോലത്തെ ഒരു പരിപാടിയാണിത്. അതായത് വരുൺ ഭയങ്കര ബൈക്ക് ഭ്രാന്തനാട്ടോ, ഭയങ്കര. ഹീസ് ക്രേസി അബൌട്ട് ബൈക്സ്. ഓൾറെഡി ആളുടെ കയ്യിൽ സൂപ്പർ ബൈക്സ് ഒക്കെ ഉണ്ട്. ഒരു ഹാർലി ഉണ്ട്, പിന്നെ വേറൊരു ബൈക്ക് ഉണ്ട്, പേര് ഞാൻ പറഞ്ഞു തെറ്റിക്കത്തില്ല. അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ തന്നെ ആളുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ ഒരു ബൈക്ക് സ്വന്തമാക്കുക എന്നുള്ളത്, എത്രയോ കാലമായിട്ട്. ഓക്കെ, അപ്പൊ ഈ ആളിരുന്നിട്ട് കുത്തിയിരുന്നിട്ട് ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുക, ഈ ബൈക്കിനെ കുറിച്ച് കണ്ടിന്യൂ, അങ്ങനത്തെ കുറച്ച് ലൈക്ക് നമുക്കൊരു സാധനത്തിനോട് ക്രേസ് വന്ന അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഈ ബൈക്കിന്റെ ഫോട്ടോസ് അഡ്മയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ യൂട്യൂബ് വീഡിയോസ് കാണുക, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ പരിപാടികളാ ഫുൾ. അപ്പോ ഒരു 2 വർഷം മുമ്പ്, 2 വർഷം മുമ്പത്തെ ബർത്ത്ഡേക്ക് വരുണിന്റെ വൈഫ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മിയും, വരുണിന്റെ ഫാമിലി, അതായത് സിസ്റ്റർ മോളു എന്നാണ് ഞങ്ങൾ വിളിക്കണേ, സിസ്റ്ററും അതുപോലെ അച്ഛൻ, അമ്മ, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് വരുണിന് കൊടുത്ത സർപ്രൈസാണ് ഇത്. അതായത് അന്ന് ആ ബർത്ത്ഡേക്ക് ഇത് ബുക്ക് ചെയ്തു ബൈക്ക്. വരുൺ അറിയാതെ ഇവരെല്ലാവരും കൂടി, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു, ഞാനും ആ സമയത്ത് അറിയണത്. അപ്പോൾ ബുക്കിംഗ് എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേപ്പറാണ് അന്ന് നമ്മൾ ഗിഫ്റ്റ് ചെയ്തത്. കാരണം ബൈക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നിവർത്തിയില്ല, ബിക്കോസ് ഇന്ത്യയിൽ ഈ ബൈക്ക് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. പക്ഷേ
വരാൻ പോകുന്നു എന്നൊരു അശരീരി കേട്ടതിന്റെ പുറത്താണ് ഇവര് ഇത് ബുക്ക് ചെയ്തിട്ട് അത് ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്ത വീഡിയോ. ആ സമയത്ത് ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ കാണേണ്ട സംഭവമാണ്. കാരണം ജസ്റ്റ് ഇമാജിൻ, ഇത്ര വർഷമായിട്ട് ഒരാൾ ഒരു വലിയ സ്വപ്നം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക, ഈ ബൈക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത്. ഞാൻ ഈ പറയുന്നത് ബൈക്ക് ഫനാറ്റിക്സിനോ എന്തൂസിയാസ്റ്റിനോ ഒക്കെ മനസ്സിലാവും അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്തോരാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ കാത്തിരുന്ന് അത് ബുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്ക്, ബുക്കിംഗ് പേപ്പറും കയ്യിൽ വെച്ചിട്ട് ഈ കൊച്ചു പിള്ളേർക്ക് നമ്മൾ എന്തെങ്കിലും കളിപ്പാട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയില്ല. അതാണ് വരുണിന്റെ അവസ്ഥ. വരുൺ ഇങ്ങനെ അവരെ വിളിച്ചോണ്ടിരിക്കും, എന്ന് വരും എന്ന് വരും എന്ന് വരും. എന്നിട്ടിത് ഒരു 2 ദിവസം മുന്നേ വന്നു കേട്ടോ, ഷോറൂമിൽ വന്നു. പക്ഷെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ സൈൻ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ബൈക്ക് വന്ന ലോറിന്ന് ഈ ബൈക്ക് സ്വന്തം കൈ കൊണ്ട് പിടിച്ചിറക്കിയൊക്കെ വെച്ച് ഈ ചെറുക്കൻ അത്രയ്ക്ക് ക്രേസ് ആണ്. ആലോചിച്ച് നോക്കുക. അതിന്റെ കുറച്ച് ഫോട്ടോസ് രശ്മി ഒളിച്ചും പാത്തും എടുത്തിട്ടുണ്ട്. ഞാൻ അതും ഇതിന്റെ കൂടെ പോസ്റ്റ് ചെയ്യാം. ലോറിക്കകത്ത് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ. എനിവേസ്, അങ്ങനെ കുറെ കാലത്തെ ഷോമുന്റെ സ്വപ്നമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് അത് എങ്ങനെ ആ കഥ, ആ ബൈക്ക്, എന്തുകൊണ്ട് ആ ബൈക്ക് എടുക്കുന്നതിനോട് ഒരു ഇത്രയും എക്സൈറ്റ്മെന്റ് ഉള്ളത് എന്നുള്ളത് നിങ്ങളും കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഷോറൂമിൽ പോയിട്ട് ബാക്കി. സ്റ്റോറി ഓഫ് ബിഗ് പേഷ്യൻസ് ആണ്. സോ കുറച്ച് പേരൊക്കെ വണ്ടി കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കണ്ടിട്ടില്ല. സോ ദിസ് ഇസ് ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാവാസാക്കിയുടെ നിഞ്ച ZX 6R ആണ്. 636cc വരുന്ന ഒരു യൂണിറ്റാണ്. 2022 നവംബറിലാണ് ആക്ച്വലി വനിതയുടെ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ബുക്കിംഗ്സ് അപ്പോഴും ഓപ്പൺ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളൊരു 4 to 5 months ടൈമിൽ വണ്ടി വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ജേർണിയാണ്. സോ ദാറ്റ് പേഷ്യൻസ് ലെവൽ ഇസ് മേക്കിംഗ് ദിസ് മോർ സ്വീറ്റർ. ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊരു ബൈയാണ്. അപ്പൊ ഇത്രയും പേര് വന്നതും ആ പാഷനേറ്റ് ഫീലിൽ തന്നെയാണെന്ന് അറിയാം. സോ നമുക്ക് ആദ്യം ആക്ച്വലി ഇത് അൺവീൽ ചെയ്യാം. സീ ദ ബൈക്ക് എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടിയും ഇതാണ് സോമോ. സോമോ പോട്ടെ, ഫ്രഷ് ആയിട്ട് പോരട്ടെ. കമോൺ. എന്തോ പോരണ്ടി. ഇതാണ് ഈ വണ്ടിയുടെ മുതലാളികൾ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തേക്ക് ആദ്യത്തെ സൂപ്പർ ബൈക്ക് വന്നിരിക്കുന്നു. എന്തോ നീ പറയണ്ടേ? സോറി, കവാസാക്കി 2024 Ninja ZX 6R. India's first, Kerala's first. അത് India's obviously first ആവുന്നു. കുടുംബത്തെ ഫസ്റ്റ്. വേറെ എന്ത് പറയാനാ? വാക്കുകളൊന്നും കിട്ടുന്നില്ല. മുഖമാണ് സൂം ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ ആക്ച്വലി ഇൻട്രോയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ദിസ് വ്ളോഗ് ഇസ് ഓൾ അബൌട്ട് എ ലോട്ട് ഓഫ് ഇമോഷൻസ്. അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ആ സ്റ്റോറി ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അത്രേ ഉള്ളൂ. ഇനി കുട്ടനെ വഴിയിലോട്ട് ഇറക്കണം. അതെ, അതിനി പതുക്കെ ഇറക്കാം. ആദ്യം ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്റ്റു ബർത്ത്ഡേ ഗേൾ ഉണ്ട് ഇവിടെ. അയ്യോ, ബർത്ത്ഡേ ഗേൾ വരും വരും. കൂട്ടി എല്ലാരും കരഞ്ഞോണ്ടിരിക്കുകയാണ്. രക്ഷയില്ല. എല്ലാ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് എല്ലാരും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബൈക്ക് അറിയുന്നുണ്ടോ? ഞങ്ങൾ ഓ എന്റെ പൊന്നളിയോ, ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആട്ടാ. പക്ഷെ ഗിഫ്റ്റ് ഇട്ടേ സോമോനും. ബാക്കി എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ. പാടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഷോർട്ട് വ്ളോഗ്. ഭയങ്കര സംഭവമൊന്നും ഇതിനകത്ത് പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡ്രീം കം ട്രൂ, ഒരു മിക്സ് ഓഫ് ഇമോഷൻസ്, അങ്ങനത്തെ ഒരു ഭയങ്കര പേഴ്സണലി ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ എനിക്കറിയാം കുറേ ബൈക്കിനെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തുടക്കത്തിലെ ഈ വ്ളോഗ് ചെയ്തു തുടങ്ങിയത് തന്നെ. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഓൾ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. ഒരാൾ മറ്റേ കയ്യിൽ കളിപ്പാട്ടം കിട്ടിയ അവസ്ഥയാണ്. കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടിയ കളിപ്പാട്ടില്ലേ, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടെ എല്ലാവരും. അപ്പം ഇനിയിപ്പോൾ അവരൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും വി ആർ വെരി ഹാപ്പി. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം ഇന്ന്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഹാപ്പി മോട്ടറിങ്, ഹാപ്പി റൈഡേഴ്സിനൊക്കെ, ബൈക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മേക്ക് ഷുവർ യു ഓൾ യൂസ് ഓൾ ദി സേഫ്റ്റി മെഷേഴ്സ് വെൻ യു ആർ റൈഡിങ്. ഹെൽമെറ്റ് ആയാലും മറ്റ് സേഫ്റ്റി ഗിയേഴ്സ് ആയാലും എല്ലാം യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാവരും റൈഡ് ചെയ്യുക. അപ്പം ഇനി വേറൊരു വ്ളോഗിൽ നമ്മൾ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ്